ഓക്കെ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ഇപ്പോ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും വൺ ഓഫ് ദി ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. അപ്പോ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും അറ്റൻഷൻ കിട്ടാനായിട്ടുള്ള കാരണം? ഇങ്ങനെ ഒരു മോഡൽ, ഒരു ഡെവലപ്മെന്റ് മോഡൽ തന്നെയാണ് ശരിക്കും നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്മെന്റ് തിയറികളിൽ പഠിക്കുന്ന ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആയിട്ടാണ്, ഒരു മോഡൽ, ഇക്കണോമിക് മോഡൽ അല്ലെങ്കിൽ ഒരു തിയറി പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു മോഡലിനെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകുന്നത്? നമ്മൾ പലപ്പോഴും പത്രങ്ങളിലായാലും ഇപ്പോ ഈവൻ ഇലക്ഷൻ മാനിഫെസ്റ്റോകളിൽ പോലും നമ്മൾ കാണാറുണ്ട് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ചർച്ചാ വിഷയമാകുന്നത്? അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള ഡെവലപ്മെന്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള മോഡൽസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യവും തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റിനാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ, അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുക, ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുക, സർവീസ് സെക്ടറിനെ ഡെവലപ്പ് ചെയ്യുക. പക്ഷേ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഇതിൽ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഹ്യൂമൻ ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ വികസനം, അതായത് ഹ്യൂമൻസിന്റെ ഡെവലപ്മെന്റ്, ഇക്കണോമിക് ഡെവലപ്മെന്റ് ത്രൂ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് വഴി ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. ഇത് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഡെവലപ്മെന്റ് വഴി സാമ്പത്തിക പുരോഗതി കൈവരിക്കുക. എങ്ങനെയാണ് വ്യക്തികളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ത്രൂ ജനറേറ്റിംഗ് ലിറ്ററസി, അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ ലിറ്ററസിയും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഇതിലെല്ലാം ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുക. ഈ ഒരു പാത്താണ് നമ്മുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുക. അപ്പൊ ഇതിനകത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ വെൽഫെയർ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വെൽ ബൈപാസിംഗ് ദ ട്രഡീഷണൽ ഇൻഡസ്ട്രിയലൈസേഷൻ പാത്ത്. സാധാരണഗതിയിൽ നമ്മുടെ ഇക്കോണമീനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ദ ടെർഷ്യറി സെക്ടർ. ഇതിലെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് എലൈഡ് ആക്ടിവിറ്റീസ് ആണ്. ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടക്കകാലത്ത് അതിനുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്ടർ ആണ്. അവിടെ നിന്നാണ് പിന്നീട് അത് സെക്കൻഡറി സെക്ടറിലേക്കും ദെൻ അത് ടെർഷ്യറി സെക്ടറിലേക്കും വരാം. അതാണ് ഒരു ഡെവലപ്മെന്റ് മോഡൽ. അതായത് ഒരു ഇക്കോണമി പിച്ചവെച്ച് തുടങ്ങുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണെങ്കിൽ അതിന് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആകുന്നത് ഇൻഡസ്ട്രീസ് വരുമ്പോഴാണ്. അവിടെ നിന്ന് ഹൈ ഗ്രോത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സർവീസ് സെക്ടർ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ട്രഡീഷണൽ ഡെവലപ്മെന്റ് പാത്ത് വരുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരു ട്രഡീഷണൽ പാത്ത് അല്ല. നമുക്കൊരു ഹൈലി എംഫസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ഇല്ല. നമുക്കുണ്ടായിരുന്നത് പ്രൈമറി സെക്ടർ ആണ്. അതിൽ നിന്ന് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്തത് സർവീസ് സെക്ടറിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ട്രഡീഷണൽ പാത്തിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഇക്കണോമിക് മോഡൽ അല്ലെങ്കിൽ നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്തത്. അതുകൊണ്ടാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എവിടെയും വ്യത്യസ്തമാകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും നമുക്ക് ഹൈ ലിറ്ററസി റേറ്റ് ആണ്, ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്, ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ എംഫസൈസ് ചെയ്തത്. അതിൽ നിന്നാണ് നമുക്ക് ഡെവലപ്മെന്റ് സ്ട്രാറ്റജികൾ വരാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇത് നാഷണൽ ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടിയത്. Foundation. What are the foundations of this model? Development without focus on industrialization. That is the main point that we have to focus. നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷന് വലിയ ഫോക്കസ് കൊടുക്കാത്ത ഉള്ള ഒരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയാണ് നമുക്കുള്ളത്. സാധാരണ ട്രഡീഷണൽ മോഡൽസിലെല്ലാം എന്തിനാണ് എംഫസൈസ് കൊടുക്കുന്നത്? പ്രൈമറി സെക്ടർ കഴിഞ്ഞാൽ അതിന് എംഫസൈസ് എപ്പോഴും ഇൻഡസ്ട്രിയൽ സെക്ടറിനായിരിക്കും, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരിക്കും. പക്ഷേ വി emphasized on the tertiary sector, that is the service sector. സർവീസ് സെക്ടറിൽ തന്നെ എന്താണ്? ടൂറിസം, അതുപോലെയുള്ള സർവീസ് ആക്ടിവിറ്റീസ്. നമുക്ക് പ്രൊഡക്ഷൻ അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള സർവീസുകളാണ്. അപ്പൊ ഇങ്ങനെ സർവീസുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. We didn't depend on heavy industries, but we focused on healthcare, education, public services with significant contribution from the remittances driven economy, especially from the Gulf countries.
ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള റെമിറ്റൻസ് അതും നമ്മുടെ ഡെവലപ്മെന്റിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമുക്ക് കിട്ടിയ വലിയൊരു മൂലധനമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള റെമിറ്റൻസസ്. നമ്മുടെ ഇടയിലുള്ള ഇതിനു മുന്നത്തെ ഒരു ജനറേഷൻ ഉണ്ട്, ആ ജനറേഷൻസ് ഗൾഫിൽ പോയി അവിടെ ജോലി ചെയ്ത് അവിടെ നിന്ന് വരുന്ന ഗൾഫ് റെമിറ്റൻസസ് ഇറ്റ് പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി ഡെവലപ്മെന്റ് ജേർണി ആൻഡ് പിയനിയറിംഗ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ വെൽഫെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഹ്യൂമൻ വെൽഫെയർ എങ്ങനെ അച്ചീവ് ചെയ്യുക? ത്രൂ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഈക്വിറ്റി. ദെൻ ഇവിടെ EMS നമ്പൂതിരിപ്പാട് ലാൻഡ് റിഫോംസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തു. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദിസ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ലാൻഡ് റിഫോംസിലൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായിരുന്നു ഒരു വലിയൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ച്. അതിനുശേഷം BD ഗിരി ആൻഡ് K കരുണാകരൻ ഇവരെല്ലാവരും തന്നെ ഈ ഒരു മോഡലിനെ കുറച്ച് അതിന് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തവരാണ്. അപ്പോൾ ഒരു ഇഫക്റ്റീവ് ഗവേണൻസ്, ലാൻഡ് റിഫോംസ് ഇതെല്ലാമാണ് ഇങ്ങനെ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് സാധ്യമാക്കാനായിട്ട് സഹായിച്ചത്. ആൻഡ് ഇതിന്റെ കീ ഫീച്ചേഴ്സ്: എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. കേരള ലിറ്ററസി റേറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 96.2% ആസ് പെർ ദ 2011 സെൻസസ്. നമുക്ക് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട്. ഹൈ റേറ്റ് ഓഫ് എൻറോൾമെന്റ് ആണ്, അതായത് സ്കൂളിൽ ചേർക്കുന്ന കുട്ടികളുടെ എണ്ണം ബോത്ത് ദ ജെൻഡേഴ്സ്, മെയിൽ ആണെങ്കിലും. ഹലോ മാം, സ്ലൈഡ് കുറച്ച് പതിയെ നീക്കൂ, നോട്ട് ചെയ്താൻ പറ്റണില്ല. ഓക്കെ. അല്ല, നിങ്ങൾ നോട്ട്സ് ഇത് കിട്ടില്ലേ? അല്ല മാം, എല്ലാം അയക്കും. നമുക്ക് എപ്പോഴും എഴുതിക്കൊണ്ട് പറ്റില്ലല്ലോ, സ്ലൈഡ് നോക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. അതുകൊണ്ട് അപ്പോ കേരള ലിറ്ററസി റേറ്റ് 96.2% ആണ് ആസ് പെർ ദി 2011 സെൻസസ്. ഇതൊരു വലിയൊരു ഹൈ റേറ്റ് ആണ്. ലിറ്ററസി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അല്ല നോക്കുന്നത്, എഴുതാനും വായിക്കാനും പറ്റുന്നത്. സോ ദാറ്റ് ലിറ്ററസി റേറ്റ് ഇസ് വെരി ഹൈ ആസ് പെർ ദ 2011 സെൻസസ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ള അൺഒഫീഷ്യൽ സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മൾ നിയർ ടു 100% നമുക്ക് ലിറ്ററസി റേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസിന്റെ ഡേറ്റയാണ് നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യാറുള്ളത്. നമുക്ക് 2011 കഴിഞ്ഞിട്ട് 2021 സെൻസസ് വരേണ്ടതായിരുന്നു. ആ കോവിഡ് സമയമായിട്ട് ഡേറ്റ കളക്ഷനും മറ്റും നടക്കാത്തത് കൊണ്ടാണ് അത് ലാഗ് ചെയ്തു. നമ്മളിപ്പോ ഈ വർഷം സെൻസസ് തുടങ്ങും, അപ്പൊ അടുത്ത വർഷം ഡേറ്റ വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി 77 ഇയേഴ്സ് ആണ്, വിച്ച് ഈസ് കമ്പയറബിൾ ടു ദ ഡെവലപ്ഡ് കൺട്രീസ്. നമ്മൾ പല ക്രൈറ്റീരിയാസും, നമ്മുടെ കേരളത്തിന്റെ പല ഡെവലപ്മെന്റ് ക്രൈറ്റീരിയാസും ശരിക്കും ഡെവലപ്ഡ് കൺട്രീസിന് ഈക്വലന്റ് ആണ്. ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളുടെയും ഈ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിന് ഈക്വലന്റ് ആയിട്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റിന് ഇത്രയും അധികം പോപ്പുലാരിറ്റി വരുന്നതും. നമുക്കൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും വളരെയധികം കുറവാണ് കേരളത്തില്. ദെൻ സോഷ്യൽ വെൽഫെയർ. നമുക്ക് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഈ പ്രൊവിഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹൈലി ഇഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. സോ അതും ഈ ഒരു ഡെവലപ്മെന്റിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 2020 ഒരു ഡേറ്റ പ്രകാരം 6 per ഡെത്ത് ആണ് പറയുന്നത്. അതായത് 1000 ബർത്തിൽ ആകെ 6 കുട്ടികളെ മരണപ്പെടുന്നുള്ളൂ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം അത്രേ വരുന്നുള്ളൂ. സെൻസസില് ഇറ്റ് വാസ് 7 per 1000 ബർത്ത് ആയിരുന്നു. 1000 ജനനത്തില് 7 കുട്ടികൾ എന്നുള്ളതാണ്. നമ്മളിപ്പോ അത് കോട്ട് ചെയ്താൽ മതി. 7 കുട്ടികൾ, 1000 ബർത്തില് 7 കുട്ടികൾ. വൺ ഓഫ് ദ ലോവസ്റ്റ് ഇൻ ഇന്ത്യ ആണ് ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വരുന്നത്. അതിന് കാരണം ഹൈലി ഇഫക്റ്റീവ് ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
ദെൻ സോഷ്യൽ വെൽഫെയർ നമ്മൾ പറഞ്ഞു, ആൻഡ് ട്രാൻസിഷൻ ഫ്രം അഗ്രികൾച്ചർ ടു സർവീസസ്. നമ്മള് ഒരു അഗ്രികൾച്ചറിൽ നിന്ന് നേരെ ട്രാൻസിറ്റ് ചെയ്ത് വന്നേക്കുന്നത് ടെർഷ്യറി സെക്ടറിലേക്കാണ്. അത് ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, റെമിറ്റൻസസ് ഡ്രിവൺ ഇക്കോണമി, ഇതിലൊക്കെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. നമ്മുടെ സർവീസ് സെക്ടറിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഇൻകം, ഇക്കോണമിയിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മളിവിടെ ഒരു ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇക്കോണമിക്ക് ഉണ്ടായിട്ടില്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മളൊരു വലിയൊരു ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്ത സംസ്ഥാനമല്ല, പക്ഷെ എന്നിട്ടും നമുക്ക് എന്തുണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. സോ ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി ഓഫ് അവർ ഇക്കണോമിക് ഡെവലപ്മെന്റ് മോഡൽ. ആൻഡ് ഇറ്റ്സ് ഇന്റർനാഷണൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ വെൽഫെയറിനാണ് പ്രിയോറിറ്റൈസ് ചെയ്യുന്നത് റാദർ ദാൻ ദ ഇൻഡസ്ട്രിയലൈസേഷൻ. ഹ്യൂമൻ സെന്റേർഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ, നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റലിനേക്കാളും ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത്, ഹ്യൂമൻ ക്യാപിറ്റലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് WHO, യുണൈറ്റഡ് നേഷൻസ്, ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ് മോഡൽ പലപ്പോഴായിട്ട് ക്വോട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റഡീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വേറെ പല ഇക്കണോമിക് മോഡൽസിനും ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ആൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്താണ്, ട്രാൻസിഷൻ ഫ്രം അഗ്രികൾച്ചർ ഇക്കോണമി ടു സർവീസ് ബേസ്ഡ് ഇക്കോണമി വിച്ച് ഫോക്കസസ് ഓൺ ഹ്യൂമൻ ക്യാപിറ്റൽ. ആൻഡ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഇക്കണോമിക് സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള വാസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി ആൻഡ് അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ. പക്ഷെ ഇപ്പൊ അത്രയും അഗ്രികൾച്ചറിന് സിഗ്നിഫിക്കൻസ് ഇല്ല. നമുക്ക് മിനിമൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഉള്ളത്. ആൻഡ് ഫ്രം ദിസ് പ്രൈമറി ടു വി ഷിഫ്റ്റഡ് ടു ദ ടെർഷ്യറി ലൈക്ക് ടൂറിസം, ഹെൽത്ത് കെയർ, ഇതിനൊക്കെ കുറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ സർവീസ് സെക്ടറിലേക്കാണ് മാറിയത്. ആൻഡ് ദിസ് ട്രാൻസിഷൻ ഇസ് നോൺ എസ് ലീപ് ഫ്രോഗിങ്. ഇത് ഈ ഒരു ടേം ഓർത്തിരിക്കുക. ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ പ്രൈമറി സെക്ടറിൽ നിന്ന് സെക്കൻഡറി സെക്ടറിലേക്ക്, ടെർഷ്യറി സെക്ടറിലേക്ക് ബൈ ബൈപാസിംഗ് ദി സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടറിനെ ബൈപാസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ സർവീസ് സെക്ടറിലേക്കാണ് വന്നത്, അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടറിലേക്കാണ് വന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലീപ് ഫ്രോഗിങ്. നമ്മൾ ആ സ്കിപ്പ് ചെയ്തു, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ഒരു സംഭവം സ്കിപ്പ് ചെയ്തിട്ട്, ഒരു മിനിറ്റ്, we can continue the class. അപ്പോ ഈ ഒരു ട്രാൻസിഷൻ, അതായത് നമ്മുടെ സർവീസ് സെക്ടറിൽ നിന്ന് നേരെ പ്രൈമറി സെക്ടറിൽ നിന്ന് നേരെ സർവീസ് സെക്ടറിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനെ നമ്മൾ പറയുന്ന പേരാണ് ലീപ് ഫ്രോഗിങ്. ഈ ടേം മറക്കരുത്, ലീപ് ഫ്രോഗിങ്. challenges, എന്തൊക്കെയാണ് challenges? One of the important challenge that we face is the educated unemployment in Kerala. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ അത് ഭയങ്കരമായിട്ട് ഹൈ ആണ് കേരളത്തില്. അതുപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് ഈസ് ഇൻ ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനത്തിൽ കൂടുതലാണ് ചെലവ്, അതാണ് ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കുറച്ചധികം ടേമുകൾ, നമുക്ക് ബഡ്ജറ്റിംഗ് ടേമുകൾ ഉണ്ട്. അത് നമുക്ക് ഈ കേരള മോഡൽ കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഈ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ്. പബ്ലിക് സ്പെൻഡിങ് കൂടുതലാണ്. കേരള ഗവൺമെന്റിന്റെ പബ്ലിക് സ്പെൻഡിങ് ഫോർ ദ വെൽഫെയർ പ്രോഗ്രാംസിനായാലും എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയറിനായാലും ഉള്ള സ്പെൻഡിങ് കൂടുതലാണ് കമ്പയർഡ് ടു ദ റവന്യൂ. ദെൻ ഓവർ റിലയൻസ് ഓൺ റെമിറ്റൻസ്. നമ്മൾ കൂടുതൽ ഗൾഫ് കൺട്രീസിലെ റെമിറ്റൻസിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോ അത് പല സ്കിൽഡ് ലേബറിന്റെ ഷോർട്ടേജുകൾക്കും ഒക്കെ അത് കാരണം ആൾക്കാരൊക്കെ പോവല്ലേ. ഇപ്പൊ തന്നെ നമ്മുടെ ഇക്കോണമി ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് മൈഗ്രേഷൻ. ആളുകൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം രാജ്യം വിടുകയാണ്. ഇവിടുന്ന് IIT അല്ലെങ്കിൽ IIM പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്നും കോളേജസിൽ നിന്നും വരുന്ന അക്കാഡമിക്കലി ഹൈ ഗ്രേഡും കാര്യങ്ങളും വാങ്ങിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യാണ്, മൈഗ്രേറ്റ് ചെയ്യാണ്. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് ഷോർട്ടേജ് ഇൻ ദി എംപ്ലോയ്മെന്റ് മാർക്കറ്റ്. നമുക്കൊരു സ്കിൽ ഷോർട്ടേജ് ആണ് വരുന്നത്. ആൾക്കാരുണ്ട്, ആക്ച്വലി അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്, പക്ഷെ അവർക്ക് വേണ്ട സ്കില്ല്, നമ്മുടെ കമ്പനീസ് അന്വേഷിക്കുന്ന സ്കില്ല് ഇവർക്കില്ല. അതാണ് നമ്മുടെ ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതെല്ലാം നമുക്ക് ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, നമ്മള് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, പക്ഷെ എൻവയോൺമെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയെ പറ്റി നമ്മൾ വലിയ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ലാൻഡ് ഡിഗ്രഡേഷൻ കൂടുതലാണ്, urbanization കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, പൊല്യൂഷൻ, കോസ്റ്റൽ ഡിഗ്രഡേഷൻസ്, കോസ്റ്റൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ ഡിഫോറസ്റ്റേഷൻ, അങ്ങനെയുള്ള കുറെ എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ അധികം ഈ ഒരു മോഡലിൽ ചിന്തിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ചാലഞ്ചസ് എന്ന് പറയാം. അപ്പോ നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ഡെവലപ്മെന്റ് മോഡൽ ആണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. അത് എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ദി ഹ്യൂമൻ ഇൻഡിക്കേറ്റേഴ്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് റാദർ ദാൻ ദി ഫിസിക്കൽ, അതായത് നമ്മുടെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, കൺവെൻഷണൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോഡലിന്റെ മറ്റൊരു പ്രത്യേകത, സാധാരണഗതിയിൽ നമ്മൾ പ്രൈമറി സെക്ടറിൽ നിന്ന് പതുക്കെ എങ്ങടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ടെർഷ്യറി സെക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, സെക്കൻഡറി സെക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സെക്കൻഡറി സെക്ടറിൽ നിന്ന് പതിയെ ടെർഷ്യറി സെക്ടറിലേക്കും ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ നമുക്കിവിടെ ഈ ഒരു ഷിഫ്റ്റിംഗ് അല്ല സംഭവിച്ചത്. നമുക്ക് എന്ത് ഷിഫ്റ്റിംഗ് ആണ് സംഭവിച്ചത്? നമ്മൾ നേരെ പ്രൈമറി സെക്ടറിൽ നിന്ന് ടെർഷ്യറി സെക്ടറിലേക്കാണ് മാറിയത്. നമ്മുടെ ലിറ്ററസി റേറ്റ് ഭയങ്കര ഹൈ ആണ്, എക്സ്പെക്ടൻസി കൂടുതലാണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് കൂടുതലാണ്, ഈവൻ വിത്തൗട്ട് എ ഹൈ ഡിഗ്രി ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ മോഡലിന്റെ പ്രത്യേകത. ഇവിടെ ഈ ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നതിൽ ഈ നോട്ടിലില്ല. ഈ ടേം കോയിൻ ചെയ്തത് KN രാജ്. നിങ്ങൾ എഴുതിയെടുത്തോളൂ. KN രാജ് എന്ന് പറഞ്ഞ ഇക്കോണമിസ്റ്റ് ആണ് ഈ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് പറയുന്നത്. അതായത് നമ്മള് ഇത് തുടങ്ങി, ഇപ്പോ നമ്മൾ പറഞ്ഞു EMS നമ്പൂതിരിപ്പാടിന്റെ ലാൻഡ് റിഫോംസ് ആണ് ഇതിന്റെ ഒരു തുടക്കം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വന്ന എല്ലാ ഗവൺമെന്റുകളും, മാറി മാറി വന്ന ഏത് ഗവൺമെന്റുകളായാലും, നമ്മളിതിൽ പാർട്ടി ബേസ് ഒന്നുമില്ല, ഏത് ഗവൺമെന്റ് വന്നാലും അവരെന്താണ് കൂടുതൽ എംഫസൈസ് വെൽഫെയറിന് തന്നെയാണ് എല്ലാ ഗവൺമെന്റുകളും എല്ലാ കാലത്തും കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവരാരും തന്നെ ഞങ്ങൾ ചെയ്യുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നേക്കുന്നത്. ദേ ഇനിഷ്യേറ്റഡ് ദ പ്രോഗ്രാംസ് വിച്ച് എംഫസൈസ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോ ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് KN രാജ് എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഇത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും PG പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുന്ന JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഈ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് 1971 ഈ KN രാജ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആൻഡ് ഇറ്റ് വാസ് വിത്ത് റിക്വസ്റ്റ് ഓഫ് C അച്യുതമേനോൻ, അന്നത്തെ അച്യുതമേനോൻ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണിത് തുടങ്ങുന്നത്. ഈ CDS കണ്ടക്ട് ചെയ്ത സ്റ്റഡിയാണ് 1971 CDS കണ്ടക്ട് ചെയ്ത സ്റ്റഡി. അതായത് നമ്മുടെ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. ആ സ്റ്റഡിയിലാണ് ഇങ്ങനെ ഒരു ടേം പറയുന്നത്, അതായത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വിച്ച് എംഫസൈസ് ഓൺ ദി
വെൽഫെയർ ആസ്പെക്ട്സ്. അത് ചൈൽഡ് വെൽഫെയർ ആവാം, വിമൻ വെൽഫെയർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പോളിസീസ്, ലാൻഡ് റിഫോംസ്, ഫോക്കസിംഗ് ഓൺ അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് അതർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോ അങ്ങനെ ഒരു മോഡൽ ആണ് നമ്മുടേതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റഡി നടത്തിയതാണ്. അപ്പൊ ആ സ്റ്റഡിയിലാണ് ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നീട് അമർത്യ സെൻ, അതുപോലെ തന്നെ കുറെ ഇക്കോണമിസ്റ്റുകൾ ഈ ഒരു മോഡല് വീണ്ടും അവരുടെ സ്റ്റഡീസിലൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ആവുന്നത്. ക്ലിയർ ആയോ? Am I audible? Yes, ma'am, clear. Okay. ഇനിയിപ്പോ നിങ്ങളിത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോർ ഫീച്ചർ ഓഫ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ ബി. ഡി. എന്തോ? ഓപ്ഷൻ ഡി. ഡി ഉണ്ട്, ബി ഉണ്ട്. ആൻസർ എന്താണ്? ബി ആണ്. പ്രിയോറിറ്റൈസേഷൻ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഓവർ ഇക്കണോമിക് ഗ്രോത്ത്. അതല്ലേ കോർ ഫീച്ചർ. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റിനാണ് പ്രിയോറിറ്റൈസേഷൻ ഓവർ ഇക്കണോമിക് ഗ്രോത്ത്. ദാറ്റ് ഇസ് എ കോർ ഫീച്ചർ ഓഫ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹു ഇസ് ക്രെഡിറ്റഡ് വിത്ത് ഇംപ്ലിമെന്റിംഗ് ലാൻഡ് റിഫോംസ്? ബി. EMS. യെസ്, EMS നമ്പൂതിരിപ്പാട്. Then, Kerala's literacy rate according to 2011 census? 96.2. 96.2 C. Then, which sector has played a dominant role in Kerala's economic transformation? B. Services. B. Services, yes. What is the primary challenge of Kerala model of development? Unemployment. Unemployment ആണ്. കാരണം ബാക്കിയൊന്നും അല്ല, ഇതിനകത്ത് നമുക്ക് പറയാം unemployment ആണ്. Then, what is the life expectancy as per the latest data? 77 years. Which of the following is a main contributor to Kerala's economic growth? Tourism and remittance. Tourism and remittances. Kerala has achieved significant progress in which of the following areas? Literacy and healthcare. Yes, literacy and healthcare. Transition from primary to services-based economy in Kerala is known as? Leapfrogging development. Yes, leapfrogging development.